നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം ചോദ്യോത്തരവേള റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ പ്രതിപക്ഷം ശ്രമിച്ചതോടെ സഭ നിർത്തിവെച്ചു. വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥരെ പ്രതിപക്ഷ നേതാക്കൾ തള്ളി മാറ്റാൻ ശ്രമിച്ചു. വാർത്തയുടെ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, അങ്ങനെ ഇതാ മൂന്നാം ദിവസവും ഇത്തരത്തിൽ പ്രതിപക്ഷ ബഹളം കാരണം സഭ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ചോദ്യോത്തരവേള റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം, നിയമസഭയുടെ നടപടികളെ സംബന്ധിച്ച് ചോദ്യോത്തരവേള ഏറെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ചോദ്യോത്തരവേള പോലും റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്രീനിധി, തുടർച്ചയായ മൂന്നാം ദിനവും സഭയിൽ പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ഇന്നത്തെ ദിവസം എടുത്തു പറയേണ്ടത്, ഇന്ന് സഭയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി രാവിലെ കക്ഷി നേതാക്കളുടെ യോഗമടക്കം സ്പീക്കർ വിളിച്ചിരുന്നു. പക്ഷേ ആ യോഗത്തിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം ബഹിഷ്കരിച്ച് മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതായത് സഭ സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകണം എന്നുള്ളതിന് പ്രതിപക്ഷത്തിന് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നും വ്യക്തമായത്. അതിന്റെ അടിസ്ഥാനത്തിൽ 9 മണിക്ക് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് അംഗീകരിക്കും വരെയും ഞങ്ങൾ സഭയുമായി സഹകരിക്കില്ല എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ എല്ലാവരും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ നടുത്തളത്തിൽ ഇറങ്ങുകയും കഴിഞ്ഞ ദിവസത്തേതിൽ നിന്ന് വ്യത്യസ്തമായി സ്പീക്കറുടെ ഡയസിലേക്ക് ഇരുഭാഗത്തിലൂടെയും കയറുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പ്രതിപക്ഷാംഗങ്ങൾ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്കിടയിലും വാച്ച് ആൻഡ് വാർഡ് കൃത്യമായ രീതിയിൽ കനത്ത സുരക്ഷ തന്നെ ഒരുക്കുകയും ചെയ്തു. സ്പീക്കറുടെ ഡയസിൽ ഇരുഭാഗത്തുമായി വാച്ച് ആൻഡ് വാർഡ് ശക്തമായി തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അരമണിക്കൂറിലധികം ചോദ്യോത്തരവേള മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ പ്രതിപക്ഷ ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഈ വാച്ച് ആൻഡ് വാർഡിനെ തള്ളി മാറ്റിക്കൊണ്ട് സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം നടത്തി. അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തു. ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അടക്കം അതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. വാച്ച് ആൻഡ് വാർഡിനെ ഉപദ്രവിച്ചു ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, അവർക്ക് സുരക്ഷയൊരുക്കണം എന്നുള്ള കാര്യവും ഭരണപക്ഷത്തു നിന്നും ആവശ്യമുയർന്നു. ഏതായാലും ഇത്തരത്തിൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ചോദ്യോത്തരവേള റദ്ദാക്കിയിരിക്കുന്നതും സഭ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതും. അങ്ങനെ മൂന്നാം ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം കാരണം ചോദ്യോത്തരവേള റദ്ദാക്കുകയാണ്. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ പ്രതിപക്ഷം ശ്രമിച്ചതോടെ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥരെ പ്രതിപക്ഷ നേതാക്കൾ തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. തികച്ചും അക്രമാസക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളിലും സമാനമായ സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതുതന്നെയാണ് ഇന്നും തുടർന്നു വന്നത് എന്ന് തന്നെയാണ് സഭയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഷീജയാണ്.